പതിവ് പോലെ ഇത്തവണയും ഓണക്കാലത്തെ മദ്യവിൽപ്പനയിൽ റെക്കോർഡിട്ടിട്ടുണ്ട് മലയാളികൾ. മുൻ വർഷത്തേക്കാൾ 78 കോടി രൂപയുടെ വർധനമാണ് ബെവ്കോയ്ക്കുണ്ടായിരിക്കുന്നത്. 920 കോടിക്ക് മുകളിൽ മദ്യമാണ് ഇത്തവണ 11 ദിവസം കൊണ്ട് ബെവ്കോ വിറ്റത്. അതിനിടെ സംസ്ഥാനത്ത് നാളെ മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ മദ്യക്കുപ്പിക്ക് 20 രൂപ ഡിപ്പോസിറ്റ് ഈടാക്കും. സുനുഷ അയ്യല്ലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനുഷ അയ്യല്ലൂർ, അങ്ങനെ കുടിയിൽ പതിവ് പോലെ വീണ്ടും നമ്മൾ റെക്കോർഡിട്ടു. ആശ്വസിക്കാനോ അഭിമാനിക്കാനോ പറ്റിയ വാർത്തയല്ല. ബെവ്കോയ്ക്ക് സംബന്ധിച്ച് അത് സന്തോഷകരമായ വാർത്തയായിരിക്കും അല്ലേ? ഇക്കുറി 78 കോടിയുടെ വർധനവാണ് അല്ലേ? അരുൺ, അവിട്ടം ദിനത്തിലെ കണക്ക് കൂടി പുറത്തു വരുമ്പോൾ ഓണം സീസണിലെ മദ്യവിൽപ്പന അത് സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് കഴിഞ്ഞ വർഷം ഓണം സീസണിൽ 824 കോടി രൂപയുടെ മദ്യമായിരുന്നു വിറ്റിരുന്നതെങ്കിൽ ഇത്തവണ 9% വർധനവുണ്ടായിരിക്കുന്നു. 920 കോടി രൂപയുടെ മദ്യം ഈ 11 ദിവസം കൊണ്ട് വിറ്റു എന്നുള്ളതാണ് ബെവ്കോ നൽകുന്ന കണക്കുകൾ പറയുന്നത്. അതായത് അവിട്ടം ദിനത്തിലും ഉത്രാടം ദിനത്തിലുമാണ് കൂടുതൽ ആളുകൾ മദ്യം വാങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. മലപ്പുറത്തെ തിരൂരിലെ ഔട്ട്ലെറ്റിൽ നിന്നാണ് ഏറ്റവും അധികം മദ്യം വാങ്ങിയിട്ടുള്ളത്. 6 കോടി രൂപയുടെ മദ്യമാണ് ഈ ഔട്ട്ലെറ്റിൽ നിന്നും വിറ്റിട്ടുള്ളത്. തൊട്ടടുത്തായി 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഔട്ട്ലെറ്റ് ആണ് എന്നുള്ളതാണ്. ഏതായാലും മദ്യ വിൽപ്പനയിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ മദ്യക്കുപ്പികൾ പോകുന്നതിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷമൊക്കെ 73 ലക്ഷം കേസുകളായിരുന്നു വിൽപ്പന നടത്തിയിരുന്നതെങ്കിൽ ഇത്തവണ അത് 78 ലക്ഷം കേസുകളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇതിൽ വർധനവുണ്ടാകുന്നു. ഒപ്പം തന്നെ നാളെ മുതൽ ഈ മദ്യത്തിന് ഡെപ്പോസിറ്റ് 20 രൂപ ഡെപ്പോസിറ്റ് ഈടാക്കിക്കൊണ്ട് മദ്യക്കുപ്പി തിരിച്ചു വാങ്ങുന്ന ഒരു സംവിധാനം അത് ബെവ്കോ കൊണ്ടുവന്നിരുന്നു. അത് നാളെ മുതൽ നടപ്പാക്കാനാണ് തീരുമാനം. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്തും കണ്ണൂരിലുമായി 20 ഔട്ട്ലെറ്റുകളിലാണ് ഇത് പ്രാവർത്തികമാക്കുക. അതിനുശേഷം ജനുവരിയോടുകൂടി എല്ലാ ഔട്ട്ലെറ്റുകളിലേക്കും വ്യാപിപ്പിക്കുന്ന തരത്തിലായിരിക്കും ക്രമീകരണം. അരുൺ, താങ്ക് യു. സുനുഷയാണ് വിവരങ്ങൾ നൽകിയത്.